വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ പപ്പിക്കുട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെറുതെ വീഡിയോ ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ വലിയ പണിയും കാര്യമൊന്നുമില്ല. നമ്മളെ ശിവിക്കിന് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വർക്ക്ഷോപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചെറുക്കനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് പണിയെന്ന് എൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ നോക്കിയാൽ ഓക്കെ. ഈ പപ്പീനെ കൊണ്ട് എടുത്തെറിയാൻ തോന്നുന്നു കേസവനെ. അപ്പോൾ ഈസുവൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പപ്പീനെ ഇടാൻ പറഞ്ഞടാ. വളരെ സുജൂതയുണ്ട് കേസ്. സുജൂതല്ല പുഷപ്പ് കേസ് മാറിപ്പോയി. അപ്പോൾ കേസ് നമുക്ക് എന്താ വെച്ചാൽ ഈ സിവിക്കിൻ്റെ ലിപ്പ് പോയിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ ഞാൻ സ്പീഡിലിങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഹമ്പ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ പറപ്പിച്ചങ്ങ് കയറ്റിയപ്പോൾ ലിപ്പ് ഊരിപ്പോയി. അപ്പോൾ അത് ഈ സുഗണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടെ കേസ് നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ CPM എല്ലാവരും പറയുന്നത് അതൊക്കെ ലാഗ് അടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ സിവിക്ക് എടുത്തുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. അപ്പോൾ ഈ സ്റ്റോക്ക് സിറ്റി 2 ഒക്കെ എന്ത് വെളുപ്പാണല്ലേ. ഇത് നമുക്ക് ട്രോപ്പിക്ക് വരെ പോകേണ്ടി വരും. പിന്നെ നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാം. ആടാ ഇവനിത് മുന്നിൽ വന്ന് വട്ടം ചാടി ഇറങ്ങിട്ടെ. ഈ സൈറ്റ് അടക്കിയ ഞാൻ എൻജിൻ ഡാമേജിനെ നെക്കിപ്പോയി. എന്ത് ലാഗാണ് ഇപ്പം മുന്നിൽ വന്ന് സുജൂതയെന്ന്. ആടാ നിന്നെ എടുത്തേറിയും ഇവനതെ വിളിച്ചാലാ ഇവനെ കൊണ്ട് ഒന്നും പറയാനില്ല ഇവനോട്. ഇറങ്ങി പോടക്കാ. ഞാനിവിടെ നെഞ്ഞത്ത് കൂടെ അങ്ങ് കയറ്റാൻ പോകാൻ. ചാവട്ടെ. പറയണില്ല പട്ടി. ഈ പട്ടീനെ കൊണ്ട് എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ കയറ്റിയാലോ. ടാടാ എന്താടാ സുജൂത് മാറിയില്ലടാ. എൻ്റെ കാല് ഒടിഞ്ഞോയോ പണ്ടാര കാല. പൈസ നമുക്ക് നേരെ അയ്യോ ഇനി വണ്ടിയാണ് മാറ്റാൻ പോകണം. വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്കല്ല കൊണ്ടുപോകണ്ടേ, ഷോറൂമിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. കാരണം അമ്മാതിരി ഇടിയാണ് ഇപ്പോൾ ഇടിച്ചേക്കുന്നത്. എന്ത് പറ്റിയോ? ഒന്നും പറ്റിയില്ലേ. ഒന്നും പറ്റിയില്ല. സ്പോൺ അയക്ക് റിപ്പയർ ഉണ്ട്, റിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ നമ്മളെ എന്താ പറയുക താടി ഒന്ന് ഡ്രിം ചെയ്യണമെങ്കിൽ കാരണം നമുക്ക് താടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ പറപ്പിച്ചു വിടാം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ പനിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോൾ CPM ലാഗിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ. ഒടുക്കത്തെ ലാഗ്. ഓക്കെ ഇവിടെ വർക്ക്ഷോപ്പ് ഇവിടേക്ക് ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോവാം. ഒടുക്കത്തെ ലാഗാണ്. ഇപ്പോൾ എല്ലാവർക്കും CPM ചടപ്പ് വരാൻ കാരണം വളക്കമ്മല ലാഗ് കാരണമാണ്. എല്ലാ പുതിയ അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ ലാഗൊക്കെ ക്ലിയർ ചെയ്തെന്നൊക്കെ പറയും. എന്നാൽ ഒരു ലാഗൊന്നും ക്ലിയർ ചെയ്യില്ല. ഇവിടെയൊക്കെ ഡോണറ്റ് ഉണ്ടായിരുന്നു, വാങ്ങിയിടണം. വേണ്ട. ഇവിടെയൊക്കെ ഡോണറ്റ് ഉണ്ട് ഇല്ലേ. കൊള്ളാം, ഡോണറ്റ് ഉണ്ട് അവിടെയൊക്കെ ഡോണറ്റ്. നമുക്ക് നേരെ വണ്ടി അങ്ങ് വർക്ക്ഷോപ്പിലേക്ക് ഇടാം. ഓക്കെ ഞാൻ അവിടെ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം ഇത് വാങ്ങിയിട്ടാലോ. ഇല്ല പിന്നെ നമുക്കുണ്ടാ പേടി. ഇതാണ് ഒറ്റ മൈൻഡ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പൈസയും കാലൊക്കെ കിട്ടും. നമ്മൾ ബിസിനസ്സിലേക്ക് നമുക്ക് കുറച്ചും കൂടി പൈസ വരട്ടെ. അപ്പോൾ എനിക്ക് എത്ര പൈസ ഉണ്ട് കണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് അങ്ങ് പോകണം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമ്മളെ ഗ്രാൻഡ് കമാൻഡർ എന്ന് പറഞ്ഞ ടീമിൻ്റെ നെയിം ഭയങ്കര ലോങ് ആണ്. അത് നല്ലൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ടീമിൻ്റെ നെയിം കാലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പറയാൻ മറന്നു പോയതാണ്. ഇപ്പോൾ നമ്മൾ മാറ്റിയേക്കുന്ന ലൂസിഫർ ആക്കിയിട്ടാണ്. ലൂസിഫർ എന്നാണ് നമ്മൾ ട്രാവൽ ഹബിൻ്റെ പേര് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ ചെറുക്കൻ ട്രാവലർ ഇപ്പം ഇല്ല എൻ്റെ കൈമേൽ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താക്കി ഉണ്ടാവുമെന്ന്. ചെക്കൻ വർക്കിന് കൊടുത്താണ് നമ്മളൊരു ETB ഡേവിഡ് ബ്രോ അടിപൊളി വർക്കിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രോൻ്റെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ള ബ്രോൻ്റെ ട്രാവലറാണ്. ബ്രോൻ്റെ ട്രാവലറിൻ്റെ പേര് സ്പൈഡി എന്നാണ്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അയ്യോ സിവിക്കിന് നല്ല പവർ ഉണ്ട് കേട്ടോ. സ്റ്റോക്കല്ല, അത് വേറെ കാര്യം.
ഇതൊക്കെ ഏതാ വൈ കേസ്? ഞാൻ ഇതിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടോ? ഇതിൽ കൂടെ ഒന്നും വന്നില്ല കേസ്. ഞാൻ ഇതൊക്കെ ഏതോ വളഞ്ഞ് തിരിക്കുന്ന വയ്യാൻ തോന്നുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ സിറ്റി 2 തന്നെ കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അയ്യോ നമ്മളെ എന്താ പറയുക ടോക്സിക് മല്ലു ബ്രോ ഇപ്പോഴും വെൽഫെയർ കൊണ്ടുപോയില്ല. ബ്രോനെ കാണാൻ തന്നെ ഇല്ല. ബ്രോ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്, എന്നാലും ബ്രോക്ക് വെൽഫെയർ കൊടുക്കാൻ വേണ്ടി ബ്രോ ഓൺലൈനിൽ കയറുന്നില്ല. ബ്രോക്ക് ഇൻസ്റ്റ ഇല്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഒരു പാട് ബ്രോ ഇൻസ്റ്റ തുടങ്ങിയാലേ നമുക്ക് ബ്രോക്കൊക്കെ തരാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് ബ്രോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് എന്താക്കാനായി? ജസ്റ്റ് എല്ലാം ഉള്ളിൽ കൂടെ തന്നെ കയറി. ഇപ്പോൾ ബ്രോ മറ്റേ ബ്രോ ടി മാഫിയ എന്ന് പറഞ്ഞ ബ്രോ ഡോഡ്ജ് കൊണ്ടുപോയിട്ടുണ്ട്. ഡോഡ്ജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് വീഡിയോ ഇടാൻ മറന്നുപോയി. വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്, അല്ലാണ്ട് വീഡിയോ ഇടാൻ മറന്നുപോയല്ലേ. വീഡിയോ വേണ്ട ഗൈസ്, എന്തെങ്കിലും ഇടാം. ഈ ലുക്ക് എന്തോ സിവിക്കിൻ്റെ ലുക്ക് അടിക്കുക. എന്താ പറയുക, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഗൈസ് എന്താ പറയുക ഇതുമാതിരി തോന്നണേ, ക്ലീൻ ഷേവ് ചെയ്ത് സിവിക്കുമാതിരി. ഗൈസ് നമ്മൾ ക്ലീൻ ഷേവ് കളയുന്നല്ല, നമ്മൾ അടിക്കാൻ പോകണം. താടിയൊന്ന് വെട്ടും, പഴയ ലുക്കില്ലേ ആ മീശ, അത് തിരിച്ച് കൊണ്ടുവരാൻ പോവാണ്. കുറേ മാസത്തിന് ശേഷം കേസ് എനിക്ക് താടി വന്നു കേസ്. കട്ടത്താടിയാണ് കേസ് വന്നു. അയ്യോ അത് കണ്ടായിരുന്നോ? വണ്ടിക്ക് എന്താ പറ്റിയോ? വണ്ടിക്ക് എന്താ പറ്റാനാ? നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറിലപ്പോൾ ഗൈസ് ഫയർ ഇപ്പോഴും ഗൈസ് ആ VFX ഓൺ ആക്കിക്കുകയാണെങ്കിലും ഗൈസ് അത് താനെ ഓഫായി പോകുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പണ്ടില്ലാത്ത ബഗ്ഗൊക്കെ പഠിച്ച് ഇതെന്താണ് ഗൈസ്? ഗൈസ് ഇനി ക്ലിയർ ഉണ്ടോ ഗൈസ്? ഞാൻ ഒരു കാര്യം ചെയ്യും, ക്ലിയർ കൂട്ടട്ടെ. ക്ലിയർ ഫുള്ളാണ് ഗൈസ്. അയ്യോ ക്ലിയർ ഫുള്ളാണ്. പിന്നെന്താ ഗൈസ് ഒരു ഇരുട്ട് വൈബ് ആർക്കറിയാം ഗൈസ്. നമുക്ക് നേരെ പറന്ന് പോയി. നല്ല ലാഗ് വരുന്നുണ്ട്. നമ്മൾ എപ്പോൾ അവിടെ എത്താനാന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ് വീഡിയോക്ക്. പിന്നെ മാക്സിമം നമ്മളെ ടീമിലേക്ക് ജോയിൻ ആവുക ഗൈസ്. നമുക്ക് അടിച്ച് പൊളിക്കാം. അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാങ്ങിറ്റപ്പുകളൊക്കെ സെറ്റായിട്ടുണ്ട്, ഒരുവിധം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഗൈസ് എനിക്ക് ടൈമില്ല, അതാണ് വേറെ കാര്യം. ഇപ്പോൾ എനിക്കും കൂടി ടൈമുള്ളപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും സെറ്റാക്കുക വിചാരിക്കുക. ഗൈസ് സിവിക്ക് ഗൈസ് 300 അടിച്ചോ? 300 അടിക്കും. നമ്മളെ BM ഒക്കെ ഗൈസ് സ്റ്റോക്കിൽ 300 അടിക്കുന്നതാണ്. അപ്പോൾ സിവിക്കിന് എഞ്ചിൻ കയറ്റിയെങ്കിലും ഗൈസ് 300 അടിക്കട്ടെ. ഗൈസ് അടിച്ചു ഗൈസ് അടിച്ചു. അത് എത്ര നേരത്തിന് ശേഷം അടിക്കണ നോക്കണം. അപ്പോൾ ഞാൻ ഗൈസ് ഏകദേശം എല്ലാ എന്താ BMW 0 to 100 ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ്സ്. അതിൽ മിക്ക വണ്ടികളും 5 സെക്കൻഡാണ്. 5-ൻ്റെ ഉണ്ട്, 4-ൻ്റെ ഉണ്ട്, 6-ൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പോയില്ലേ ഗൈസ്. നല്ല അടിപൊളി മൈലേജ് ഗൈസ്. പെട്രോൾ തീർന്ന ഗൈസ് പണിയാണ്. നമുക്ക് ഗൈസ് ഈ വ്യൂവിലിട്ട് ഓടിച്ചാലോ? ആണ്ട ഗൈസ് തന്നെ അടിപൊളിയല്ലേ. പിന്നെ ഗൈസ് വണ്ടി നല്ല ലോവറായതുകൊണ്ട് ഗൈസ് വണ്ടി കുറച്ച് പൊക്കേണ്ടി വരും ഗൈസ്. വഴി മാറി കൊണ്ടും അതുകൊണ്ട് ഗൈസ് അടിയൊക്കെ തട്ടുന്ന ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബമ്പർ പോയി കിട്ടിയെന്ന് വേണേൽ പറയാം. ഈ സ്ലിപ്പ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ പണി കിട്ടുന്നത്. ഗൈസ് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ലോവർ ചെയ്ത വണ്ടീനെ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. അപ്പോൾ തന്നെ പെട്രോൾ തീരാൻ ചാൻസ് ഉണ്ട്. കാരണം ഗൈസ് അമ്മാരി പോക്കാണ് ഗൈസ് നമ്മളൊക്കെ പോകണത്. അതുകൊണ്ട് ഗൈസ് മൈലേജ് വലിച്ച് ഈക്കോ മോഡിലിട്ട് പോവാം. എക്കോ മോഡിലിട്ട് പോയി ഈക്കോ അല്ലേ സെക്കൻഡ് ഒരു 50-ലൊക്കെ പോയാൽ മതി ഗൈസ്. നല്ല മൈലേജ് കിട്ടിക്കോളും. പക്ഷെ അവിടെ എത്തുമ്പോൾ മൈലേജ് വേണം. അതൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഏതായാലും ഗൈസ് വണ്ടി പൊളിഞ്ഞ് ഗൈസ്. കണ്ടോ ലാഗ് കണ്ടോ? ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനത്തെ ലാഗെന്ന്? വേറെ ഒന്നല്ല ഗൈസ്, മാപ്പ് ലോഡാൻ എടുക്കുന്ന ലാഗാണ് ഇപ്പോൾ. ഇതെന്താണ് മനുഷ്യത് ഒലഹാസേ, ഒരുമാതിരി കളി കളിക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ ഗെയിമിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തന്നെ ഈ ഒലഹാസ് ഗെയിമിനെ തള്ളി പറയുന്ന സ്വഭാവം ആക്കിയിട്ടുണ്ട് ഈ ഒലഹാസ്. സിവിക്ക് ഞാൻ ലൈറ്റ് ഇടുമ്പോൾ നേരെ ഫയർ ചെയ്യുന്നത് വേറെ തന്നെ വൈപ്പ് ഇപ്പം അല്ലേ ഗൈസ്. ഈ നമ്മളെ സിവിക്കിൻ്റെ കളർ ഗൈസ് പല വീഡിയോസിൽ പല മാതിരിയാണ് കാണുന്നത്. എന്താ എനിക്കറിയില്ലേ. പക്ഷേ ഞാൻ വണ്ടിക്ക് കളറൊന്നും മാറ്റുന്നില്ല, സെയിം കളർ തന്നെയാണ്. ഫസ്റ്റ് ഗൈസ് വണ്ടിക്കൊന്ന് പെട്രോൾ അടിക്കണം, എന്നിട്ട് ഗൈസ് വണ്ടി റിപ്പയർ ആക്കണം, എന്നിട്ട് ഗൈസ് നേരെ വർക്ക്ഷോപ്പ് കൊണ്ട് ലിപ്പ് ഇടിപ്പിക്കണം. അപ്പോൾ ഗൈസ് നല്ല എന്താ പറയുക ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. ഗൈസ് നിങ്ങൾക്ക് ലാഗായെന്ന് തോന്നുന്നുണ്ട് വീഡിയോ. ബോറടിച്ചിരുന്നോ ഗൈസ്? ഗൈസ് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ്
ബോറടിച്ചിണവൻ്റെ കമൻറ്റ് സോറി ബോറടിച്ചിനെ ക്ഷമിക്കുക ഗൈസ്. ഇതൊക്കെ മതി ഗൈസ് പെട്രോള്. ഗൈസ് നല്ല അടിപൊളി മൈലേജ് ഉള്ള വണ്ടികളാണ് ഗൈസ്. അമ്മാതിരി സ്പീഡിൽ വന്നിട്ട് ഗൈസ് മൈലേജ് ഉണ്ടോ ചോദിച്ചാൽ ഫുൾ ടാങ്ക് ആണ് ഗൈസ് ഞാൻ പറയും ഇല്ലയെന്ന്. ഹാഫ് ടാങ്ക് കഴിഞ്ഞത് അന്ന് വീഡിയോ ഒന്ന് റിപ്ലൈ ചെയ്ത് നോക്കണം. യോ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് ഈ വണ്ടി ഇപ്പോൾ എത്തി വരുമ്പോഴത്തെ ഗൈസ് സമയം കുറേ ആവും. അത് വേറെ കാര്യം. ഗൈസ് വണ്ടി 29 കിലോമീറ്റർ ഓടിയിട്ടാണ് കേട്ടോ ഗൈസ്. നേരെ ലിപ്പ് ഏറ്റ ഗൈസ് കൊടുക്കുക വണ്ടി ഗൈസ് ഇവിടെ കൊടുത്തിട്ട് ഗൈസ് എനിക്ക് നേരെ ഷേവിങ് ഷോപ്പിൽ പോകണം. ഇത്രയൊക്കെ ഉള്ളൂ. അതൊന്നും കാണിക്കുന്നില്ല കാരണം ഇപ്പോളെ വീഡിയോ നല്ല ലെങ്ത്തായി. ഗൈസ് വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ലൈറ്റ് ഇങ്ങനെ ഓഫാക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ താടി ഉള്ളപ്പോഴുള്ള ലുക്ക്. നിങ്ങൾ പറയാം ഗൈസ് താടി ഉള്ളപ്പോഴുള്ള ലുക്കാണ് രസം അല്ല താടി ഇല്ലാത്ത മീശ മാത്രമുള്ള ലുക്കാണ് രസം? നിങ്ങൾ പറയും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഗൈസ് ബൈ.